ഫ്ലാറ്റായിട്ടുള്ള ട്രെയിലറിൻ്റെ അകത്ത് കണ്ടെയ്നർ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. നമസ്കാരമുണ്ട് കൂട്ടുകാരെ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ എനിക്ക് ഫേസ്ബുക്ക് പേജും ഉണ്ട്, ഡോക്ടർ ഡ്രൈവിംഗ് സിബി, അതും ഒന്ന് ഫോളോ ചെയ്യണേ. ചിലർ ചോദിക്കാറുണ്ട് കണ്ടെയ്നർ മറിയുമോ, ലോക്ക് പൊട്ടുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. നമുക്ക് നോക്കാം. ഇത് നമ്മൾ കണ്ടെയ്നർ കയറ്റുന്ന ഫ്ലാറ്റ് ട്രെയിലറിലാണ്. ട്രെയിലർ പല വിധത്തിലുണ്ടല്ലോ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. സിത്താരയുണ്ട്, കുറച്ച് ആൾ ഞാൻ അതാ ഓടിക്കുന്നത്, ഇപ്പോഴും അതാ ഓടിക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പം കമ്പനിക്ക് ആവശ്യത്തിന് അവർ നമ്മളെ പറഞ്ഞു വിടും. അന്നേരം നമ്മൾ ട്രെയിലർ മാറ്റേണ്ടി വരും. കട്ട് ചെയ്ത് തലേന്ന് മാറ്റി നമ്മളത് എടുക്കും. അതുകൊണ്ട് ഇത് റാബിക്ക് സീപോർട്ടാണ്. ഈ കാണുന്നതൊക്കെ റാബിക്ക് സീപോർട്ടാണ്. ഇവിടെ നിന്നാണ് ഞാൻ ലോഡ് കയറ്റിയത്. വേണ്ട വണ്ടികളൊക്കെ വരുന്നുണ്ടോ, ഇറക്കാനും അതുപോലെ കയറ്റി ലോഡ് കൊണ്ടുപോകാനും ഒക്കെ വണ്ടികളുണ്ട്. ആ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. പുതിയതായി നമ്മളിവിടെ വന്ന് ട്രെയിലർ ഓടിക്കുമ്പോൾ നമ്മൾ ഏത് ട്രെയിലറാണ് ഓടിക്കുന്നത് എന്നുള്ളത് നമ്മുടെ മനസ്സിൽ വേണം. കണ്ടെയ്നർ ലോഡാണോ അതോ അല്ലാത്ത ലോഡാണോ, ഏതൊക്കെയാണ് ലോഡ് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചാണ് വണ്ടി ഓടിക്കേണ്ടത്. മറിയുന്ന ലോഡുണ്ടാവാം, പെട്ടെന്ന് കേടാവുന്ന ലോഡുണ്ടാവാം, അങ്ങനെയൊക്കെയുള്ള പല വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് ആ രീതി നമ്മൾ ആദ്യമേ അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ ഓടിക്കുന്ന ഏത് സൈസ് വാഹനമാണ്, എന്താണ് ലോഡ്. അപ്പോൾ അതിനുള്ള സേഫ്റ്റി ഫുള്ളായിട്ട് നമ്മൾ പഠിച്ചു വെച്ചാൽ അപകടം ഒഴിവാക്കാം. പിന്നെ ഫ്ലാറ്റ് ട്രെയിലറിൻ്റെ അകത്ത് നമ്മൾ അല്ലാത്ത ലോഡും കയറ്റും. ബെൽറ്റൊക്കെ അടിച്ചിരിക്കണം, ടാർപ്പ് ഇട്ടിരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യമുണ്ട്. സേഫ്റ്റിക്കായി കുറഞ്ഞത് ഒരു 10 ബെൽറ്റെങ്കിലും അടിച്ചിരിക്കണം ലോഡ് അനുസരിച്ച്. അരിയൊക്കെ കൊണ്ടുപോകുന്നത്, പ്ലാസ്റ്റിക്കൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ അങ്ങനെ ചെയ്യണം. പിന്നെ പൈപ്പ് കയറ്റി കൊണ്ടുപോകും സ്റ്റാൻഡ് വെച്ച്. അപ്പോൾ അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇന്ന് പറയുന്നത് കണ്ടെയ്നറിനെ കുറിച്ചാണ്. അതുകൊണ്ട് ഇതിപ്പോൾ 40ൻ്റെ കണ്ടെയ്നർ കയറ്റി വെച്ചിരിക്കുകയാണ്. അതൊക്കെ ഇരിക്കട്ടെ. ദേണ്ട കുറേ കണ്ടെയ്നർ വെച്ച് കണ്ടോ. അതാ ഞാൻ പോട്ടെന്ന് പറഞ്ഞില്ലയോ, ഈ ഭാഗത്ത്. ഇതിപ്പോൾ മാക്സിമം സൈസാണ്. 40ൻ്റെ ഒരു സിംഗിൾ കണ്ടെയ്നറാണ് നമ്മൾ കയറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലോക്കാണ്. 4 ലോക്ക് അതിൻ്റെ ഇവിടെ ഇപ്പോൾ ഞാൻ ലോക്ക് ഇട്ടിരിക്കുക. വെട്ടം അടിക്കുന്നുണ്ടോ കാണാൻ വയ്യാത്തെന്ന് തോന്നുന്നു. ഈ ലോക്ക് മസ്റ്റായിട്ട് ഇട്ടിരിക്കണം. ഇതുവഴിയാണ് ഇതിൻ്റെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. പലതിലും ഞാൻ നേരത്തെ ഒരു വീഡിയോസ് ഇട്ടിരുന്നു. പിന്നെ പകുതി 20ൻ്റെ കണ്ടെയ്നറാണ് വെക്കുന്നെങ്കിൽ ഇവിടെ ആയിട്ട് പിന്നെ ലോക്ക് വേറെയുണ്ട്, ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുത് കയറ്റിയാലും വലുത് കയറ്റിയാലും 4 ലോക്ക് നമ്മൾ കറക്റ്റായിട്ട് ഇട്ടിരിക്കണം. അതുകൊണ്ട് ഇവിടെ ലോക്ക് ഇതുവഴിയാണ് ഇതിൻ്റെ ഫങ്ഷൻ. ഇവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട്, കാണാണ്ടോ. പിന്നെ അപ്പുറ സൈഡ് അങ്ങനെ 4 ലോക്ക് നമ്മളിട്ട് സെക്യൂർ ചെയ്യണം. അത് നിങ്ങൾ മറന്നു പോകരുത്. ലോക്ക് അറിയത്തില്ലെങ്കിൽ അത് മറ്റുള്ളവരോട് ചോദിച്ചാൽ മതി. അവർ പറഞ്ഞു തരും എങ്ങനെ ലോക്ക് ഫിക്സ് ചെയ്യുന്നതും മുറുക്കുന്നതും ഒക്കെ എല്ലാം പറഞ്ഞു തരും. വലിയ സൈസാണെങ്കിൽ മാക്സിമം 27-28 ടണ്ണൊക്കെ ഇങ്ങനത്തുള്ള വലുതിൽ കാണും. ഇതിനകത്ത് ഇപ്പോൾ 25 ടണ്ണേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ മാക്സിമം 27-28 ടണ്ണ് ഇതുപോലുള്ള കണ്ടെയ്നറിൽ കാണും. അപ്പോൾ ഈ കൊളുത്ത് അല്ലെങ്കിൽ ലോക്ക് ഒടിഞ്ഞ് പോകുമോ, തീർച്ചയായിട്ടും ഇത് ചിലപ്പം പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വണ്ടി മാറി സ്പീഡ് കൂടുതൽ എടുക്കരുത്. നമുക്ക് റോഡിൽ തന്നിരിക്കുന്ന 75 അല്ലെങ്കിൽ 80 മൈൽ സ്പീഡ് എടുക്കാവൂ. ട്രെയിലർ വെട്ടിത്തിരിക്കരുത്. നല്ല സ്പീഡിൽ ഓവർടേക്ക് ചെയ്ത് വെട്ടിത്തിരിച്ച് കയറരുത്. അതും ബുദ്ധിമുട്ടാണ്, ലോക്കൊക്കെ പൊട്ടും. പിന്നെ ചരിച്ചുള്ള സ്ഥലത്തേക്ക് പാർക്ക് ചെയ്ത് ഇറക്കരുത്, പെട്ടെന്ന് വെട്ടിച്ചിറക്കരുത്, അത് പ്രശ്നത്തിലേക്ക് പോകും. പിന്നെ നിങ്ങൾക്ക് ഒന്നുകൂടെ സേഫ്റ്റി ഉറപ്പിക്കണമെങ്കിൽ ഇവിടെ ചെറിയ ഇരുമ്പ് പൈപ്പ് ഇട്ടാൽ മതി. ചെറിയ കഷ്ണമായിട്ടുള്ള ഇരുമ്പ് പൈപ്പ് ഇട്ടാൽ അങ്ങനെ നമുക്ക് സേഫ്റ്റി വേണമെങ്കിൽ ഉറപ്പിക്കാം. അതും കുഴപ്പമില്ല. അതിനുള്ള സിസ്റ്റവും ഇത് പൈപ്പ് കയറ്റാൻ വേണ്ടിയുള്ള സിസ്റ്റം കൊടുത്തിരിക്കുകയാണ്. എങ്കിലും നമുക്ക് ചെറിയ കട്ട് പൈപ്പ് ഉണ്ടെങ്കിലും ഇരുമ്പ് പൈപ്പ് ഇതിനകത്ത് ഇട്ടാലും ഇവനെ പിടിച്ചു നിർത്തും. കണ്ടെയ്നർ സൂക്ഷിച്ചോടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ സ്ലിപ്പായി ലോക്ക് പൊട്ടി ഇത് മറിയാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ സ്പീഡ് നോക്കുക. പ്രത്യേകിച്ച് എക്സിറ്റ് എടുക്കുമ്പോൾ സ്പീഡ് കുറച്ച് തിരിക്കുക.
അതൊന്ന് നോക്കിയാൽ മതി. സ്പീഡ് കുറയ്ക്കുക, 20-ലേക്ക് ആക്കുക, 10-ലേക്ക് ആക്കുക. അതുപോലെ യു ടേൺ മാക്സിമം സ്പീഡ് കുറച്ച് യു ടേൺ എടുക്കാവും. പിന്നെ ലോഡ് കയറ്റുമ്പോഴുണ്ടല്ലോ കൂട്ടുകാരെ, ലോഡ് കയറ്റുമ്പോൾ വണ്ടി തലയും പാലും നേരെ ഇട്ട് കൊടുക്കണം. അന്നേരം അവർ വാഹനത്തിൽ ലോഡ് കയറ്റി വെക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പെട്ടെന്ന് വെട്ടിത്തിരിക്കരുത്, ഒത്തിരി സ്പീഡിൽ ഓവർടേക്ക് ചെയ്യരുത്, ഓവർടേക്ക് ചെയ്ത് വളച്ച് വണ്ടി ഓടിക്കരുത്. ലോക്കൊക്കെ ഒടിഞ്ഞു പോവും. വണ്ടി ചിലപ്പോൾ വണ്ടി എടുത്ത് മറിച്ച് കളയും, ചിലപ്പോൾ വണ്ടി എടുത്ത് മറിക്കും, സാധനം ഊരിപ്പോവും. പിന്നെ നമ്മൾ ഈ ദറാവ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടല്ലോ, റിയാദിൽ പാർക്കിങ് മോശമായ സ്ഥലത്തൊക്കെ ചിലപ്പം കുന്ന് കാണും. ഒരു സൈഡ് കുന്നിലേക്ക് കയറ്റി ചരിച്ചെടുക്കരുത് വണ്ടി. കണ്ടെയ്നർ അതിനകത്തുനിന്ന് മറിഞ്ഞ് മറ്റ് വണ്ടിയുടെ പുറത്തേക്ക് വീഴും, വലിയ അപകടം സംഭവിക്കും. അതുകൊണ്ട് എപ്പോഴും ഓടിക്കുമ്പോൾ ലെവൽ റോഡിൽ ഓടിക്കാൻ നോക്കണം. കൂടുതൽ ഒത്തിരി ചരിവുള്ളിടത്ത് ഒരു സൈഡ് കുന്നിൽ കയറ്റി ഇറക്കുക ഒക്കെ. ദറാവിലൊക്കെ അങ്ങനെ സംഭവിക്കും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? നമ്മളിത് കാണുന്നതാണ്. അവിടെയൊക്കെ ഒരു വണ്ടിയുടെ പുറത്തൊക്കെ മറിഞ്ഞ് കിടക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടതാണ്. വളരെ സൂക്ഷിക്കുക. കണ്ടെയ്നർ ഓടിക്കുമ്പോൾ കണ്ടെയ്നറാണ് ഓടിക്കുന്നത്, അത് 4 കൊളുത്തിൽ അതിനെ ഉടക്കി വെച്ചിരിക്കുകയാണ് എന്നുള്ള രീതി നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. പിന്നെ ഇടയ്ക്ക് ചായ കുടിക്കാനൊക്കെ നിർത്തുമ്പോൾ ഒന്ന് നോക്കണം, ലോക്കൊക്കെ ശരിയായിട്ട് വീണ് കിടക്കുകയാണോ, കണ്ടെയ്നർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടോ എന്നെല്ലാം നമ്മൾ നോക്കണം. ടയർ പഞ്ചറാവാൻ പാടില്ല, അതൊക്കെയും ബുദ്ധിമുട്ടിലേക്ക് പോകും. അതൊക്കെ സൂക്ഷിക്കണം. ടയർ വെടി, നല്ല സ്പീഡിൽ ടയർ വെടിയൊക്കെ തീരുമ്പോഴൊക്കെയും വളരെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാനിതിൽ പറഞ്ഞു. നിങ്ങൾ ഏത് വാഹനം ഓടിക്കാൻ വരുന്നോ അതിൻ്റെ ലോഡ് എന്താണ് അത് മനസ്സിലാക്കി ഓടിക്കുക. മറ്റുള്ളവർ ആ ലോഡ് കൊണ്ടുപോകുന്ന മറ്റുള്ള ചേട്ടന്മാരോട് നിങ്ങൾ ആ കാര്യങ്ങൾ വിവരം അന്വേഷിച്ച് അതിൻ്റെ സേഫ്റ്റിയെക്കുറിച്ച് പൂർണ്ണമായും മനസ്സിലാക്കിയിട്ട് വാഹനങ്ങൾ ഓടിക്കണം. പിന്നെ കുറേയൊക്കെ നമ്മൾ ഓടിക്കുമ്പം പഠിക്കും, അത് കുഴപ്പമില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൊരു സപ്പോർട്ട് ആവട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ചെയ്യുന്നത്. അതുപോലെ ഇവിടെ കണ്ടെയ്നർ ഓടിക്കുന്ന മച്ചന്മാരുണ്ടെങ്കിൽ എങ്ങനെ ശരിയായിട്ട് ഓടിക്കാം, അപകടങ്ങളൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് ലോക്ക് പൊട്ടുന്നത്, എങ്ങനെ അത് സാധനം ട്രെയിലറിൽ നിന്ന് പുറത്ത് വീഴാം, അതൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുകയാണെങ്കിൽ എനിക്ക് മറ്റുള്ളവർക്കും അത് പ്രയോജനപ്പെടും. ഇത്രയുള്ള സ്പീഡ് കുറച്ച് ഓടിക്കുക, ഒത്തിരി ഓവർടേക്ക് ചെയ്യരുത്, വളവിൽ പെതുക്കത്തിരിക്കുക, യൂട്ടേൺ എടുക്കുമ്പോൾ സ്പീഡ് കുറച്ച് ഗിയർ മാറ്റി വളരെ സ്ലോവിൽ യൂട്ടേൺ എടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കണ്ടുകൊണ്ടിരിക്കുമ്പം ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ യൂട്യൂബ് ചാനൽ ഡോക്ടർ ഡ്രൈവിംഗ് എന്നുള്ള യൂട്യൂബ് ചാനലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ഫേസ്ബുക്ക് പേജും ഉണ്ട്, അതൊന്ന് ഫോളോ ചെയ്യണേ. താങ്ക് യു.